ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നല്ല മുത്തുപൊടി മാങ്ങയാണ്. ഇതിനുള്ളിൽ നിറയെ ചകിരി പോലെ ഉണ്ടാവും. ഈ ടൈപ്പ് മാങ്ങയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട്. ഇതിപ്പോൾ ഉരുണ്ട ടൈപ്പ് ചെറുതാണ്. ഇതുപോലത്തെ തന്നെ വലുത് കുറച്ചും കൂടി വലിപ്പമുള്ള ടൈപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഓവൽ ഷേപ്പായുള്ള മാങ്ങ ഉണ്ടാവും. അത് ഇങ്ങനെ നമ്മളിതുപോലെ ഇങ്ങനെ തട്ടിയിട്ട് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്ന മാങ്ങയാണ് കൂടുതലും ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വേറൊരു ടൈപ്പായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഞാൻ 5-6 മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മൂത്ത് പഴുക്കാത്തത് കൊണ്ട് നല്ല പുളിയുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് മാങ്ങ വേണം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, തൈര്, പഞ്ചസാര, ഉപ്പ്, പിന്നെ ആവശ്യമായുള്ള വെള്ളം. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കടുക് വറ്റൽമുളകൊക്കെ ആവശ്യമുണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞിടണം. പിന്നെ ഒരു കുക്കറിലാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട്, തൊലി കളയാനായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കണു. ചെത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് ഇതേപോലെ കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലി ഇതേപോലെ ചെയ്തെടുക്കാവും നല്ലത്. ചിലർ ഇത് ചെത്തിയിടും. ഇത് ചെറുതായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇട്ടാലും മതി. പിന്നെ മൂവാണ്ടനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മാങ്ങ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ മുത്തുകൂടിയ മാങ്ങയ്ക്ക് മാത്രമേ ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഈ മാങ്ങ നമ്മളിത് ചെറുതായിട്ട് ഇതുമൊന്നും ഇങ്ങനെ നമ്മൾ കഷ്ണാക്കാത്തത് കൊണ്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാണ്ടിടുകയാണെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ ശരിക്കും ആ കറിയിൽ നന്നായിട്ട് വീഴും. നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായിണ്ടാവുമല്ലോ അല്ലേ? ഇതേപോലെ ഇത് നല്ല പുളിയാണ്. എനിക്ക് ചിലത് മാത്രമേ മധുരമുള്ളൂ, കൂടുതലും പുളിയാണ്. അപ്പോൾ നമുക്കിതിൽ കൂടുതൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര ചേർക്കേണ്ടി വരും. ഇതിൻ്റെ ഇവിടെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ മാങ്ങ കഴിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയില്ല, ഇത് നന്നായിട്ട് ഇതേപോലെ നമ്മളൊന്നെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ കട്ടിയുള്ള സ്ഥലത്ത് ഇങ്ങനെ തട്ടിയതിന് ശേഷം നമ്മളിതിലത്തെ ഇവിടെ ഈ ഭാഗത്ത് ഈ ഞെട്ടി നമ്മളെടുത്ത് കളയേണ്ടി വരും കഴിക്കുന്ന സമയത്ത്. ഈ ഞെട്ടി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരു ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ മാങ്ങയുടെ ജ്യൂസല്ല വരിക, ഇതിൻ്റെ ചൊണ എന്ന് പറയും. കണ്ട ഈ വൈറ്റ് കളറിലുള്ള ഭാഗമാണ് വരിക. ഇത് നമ്മൾ കളഞ്ഞിട്ട് വേണം. കണ്ട ഇതിൻ്റെ ജ്യൂസിന് നമ്മളധികം കളർ ഉണ്ടാവില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഈ ഭാഗം കളഞ്ഞിട്ട് വേണം ഇത് നമ്മൾ കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അത് ചുണ്ടുമുളയ്ക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ടൊക്കെ പൊള്ളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇതിൻ്റെ കളയാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി മാങ്ങി ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം. ഞാൻ ഈ മാമ്പഴം ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടോ, ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. അത് എൻ്റെ കയ്യിൽ ടേബിൾ സ്പൂണാണുള്ളത്. അപ്പോൾ ഞാനിതിൽ 1 ടീസ്പൂൺ കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിവ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മഞ്ഞൾപ്പൊടി 1 ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് നല്ല പുളിയുള്ളത് കൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചിലർ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ ശർക്കരയെക്കാട്ടും കൂടുതൽ പഞ്ചസാര ഇടുന്നതാണ് ഇഷ്ടം. ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതധികം മധുരമില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ്, ഇതിൽ മൂത്ത് പഴുക്കാത്തത് കൊണ്ടാണ് ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയുടെ മധുരമൊക്കെ ഈ മാങ്ങയിൽ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുള്ളൂ, പേരിന് ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് മൂടി വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. സ്റ്റവ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ, അല്ലെങ്കിൽ 2-3 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം.
മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഇവിടെ അരയ്ക്കാം. ഞാൻ വെക്കുന്ന ഈ മാമ്പഴ പുളിശ്ശേരിയിൽ വേറെ നല്ല ജീരകമോ അല്ലെങ്കിൽ പച്ചമുളകോ കുരുമുളകോ ഒന്നും ഇടുന്നില്ല. വെറുതെ പ്ലെയിനായിട്ട് ഈ തേങ്ങയും തൈരും മാത്രമേ അടിച്ചെടുക്കുന്നുള്ളൂ. മറ്റ് നല്ല ജീരകവും പച്ചമുളകൊക്കെ നമ്മൾ ചേർത്ത് ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ ഒരു ശരിയായ ഫ്ലേവർ നമുക്ക് അതിൽ തോന്നിക്കില്ല. അത് വേറൊരു ടേസ്റ്റ് പോലെ തോന്നിക്കുക. രണ്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണിത്. അപ്പോൾ എനിക്ക് കൂടുതലും ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള തേങ്ങ അരച്ചുണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയാണ് ഇഷ്ടം. എൻ്റെ അമ്മ അതുപോലെ തന്നെ വെക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം നമ്മൾ ഇതുപോലെയാണ് വെക്കുന്നത്. മറ്റേ പോലെ ഞാൻ വേറൊരു പ്രാവശ്യം കാണിച്ചു തരാം. പിന്നെ ഈ മാങ്ങ നമുക്ക് എപ്പോഴും ഇവിടെ കിട്ടാറില്ല. ഒരു പ്രാവശ്യമൊക്കെ നമുക്കൊരു വർഷത്തിൽ കിട്ടാറുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. തൈര് എപ്പോഴും ഇങ്ങനെ നമ്മൾ കാളം കുറുക്കിയത് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വീട്ടിൽ പശുവുള്ളവർക്കോ അല്ലെങ്കിൽ പാല് വാങ്ങിക്കുന്നവർക്കായാലും കുറച്ച് ചോറ് വെച്ച് നമുക്ക് നല്ല തൈര് നമുക്ക് ഉണ്ടാക്കാം. ആ തൈരിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് മോരുകറി വെച്ചാലും ഇതേപോലെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോഴൊക്കെ മോരുകറിക്കൊക്കെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുമ്പോൾ ആ തൈരിനൊക്കെ നല്ല പുളി ഉണ്ടാവും, പിന്നെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മളിവിടെ നമുക്ക് വേറെ നമ്മൾ വാങ്ങിക്കുന്ന തൈരാണെങ്കിലും ചിലപ്പോൾ ഇതേപോലെ പുളി കാണില്ല. അപ്പോൾ അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് കുറച്ചിട്ടിട്ട് ആദ്യം അരയ്ക്കാം, ചിലപ്പോൾ പുറത്ത് പോവും. അപ്പോൾ നമുക്കിത് അരച്ച് കൊണ്ടുവരാം. 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ ആവി ഒന്ന് പോയതിന് ശേഷം നമുക്കിത് തുറക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇപ്പോൾ മാങ്ങയ്ക്ക് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ബാക്കി തൈരും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം തൈര് ചേർത്ത് തേങ്ങ അരയ്ക്കാവും നല്ലത്. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് തണുക്കുമ്പോൾ കട്ടയായിക്കോളും. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. എപ്പോഴും നല്ല ചൂടോടെ അത് സ്റ്റൗ ഓഫ് ചെയ്ത വശം തന്നെ തുറന്ന് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം ഇത് ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുക എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നല്ല ചൂടിലേക്ക് പെട്ടെന്ന് തൈരൊക്കെ ചേർക്കുമ്പോൾ അത് പിരിയാനൊക്കെ ഇടയുണ്ട്. തൈര് മാത്രം ചേർക്കുമ്പോൾ, തേങ്ങ കൂടി ചേർക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. ഇത് നന്നായി തിളച്ച് കുറച്ചൊന്ന് വറ്റണം. ഒരുപാടല്ല, കുറച്ച് നേരം ഒന്ന് തിളച്ച് കുറുകുന്നത് വരെ നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം. ഒരു 5 മിനിറ്റായി ഇവിടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പും അതേപോലെ തന്നെ മധുരം എത്ര വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിൽ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്, മധുരം അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിതിൽ ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ 1 കപ്പ് തൈരും അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ചില സ്ഥലത്ത് നമുക്ക് വീട്ടിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള തൈര് ചേർക്കാവൂ. 1 കപ്പ് നമ്മൾ മുഴുവൻ ചേർക്കരുത്. പുളി ആവശ്യമുള്ളത് ഒഴിച്ചിട്ട് തേങ്ങ കൂടുതൽ അരയ്ക്കാം. 1 കപ്പിന് പകരം 1.5 കപ്പോ കൂടുതൽ ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മാങ്ങ അതേപോലെ കൂടുതൽ ഉണ്ടായാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ തോന്നിക്കെങ്കിലും ഇത് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് കുറച്ച് കുറുകി വരും. അപ്പോൾ നമുക്കിതിലൊന്ന് നോക്കാം ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഉപ്പും മധുരമൊക്കെ കറക്റ്റാണ്. നമുക്കിനി ഓഫ് ചെയ്യാം. നമുക്കിനി കടുക് താളിക്കാം. ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കടുക് താളിക്കേണ്ട കാര്യമുള്ളൂ.
മാമ്പഴപ്പുളിശ്ശേരി കടുക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് വെളിച്ചെണ്ണ വേണം, കടുക്, വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതിയാവും. അപ്പോൾ ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മൂത്ത് കഴിഞ്ഞ് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു ചെറിയ സ്പൂണ് കടുക് ചേർത്തിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണ്, ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് മൂത്ത് പോകും. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്കിതിന് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം, ഒരു മിനിറ്റോളം. ഒന്ന് മൂടി വെച്ചാൽ ഇതിൻ്റെ കടുകിൻ്റെ ഒക്കെ മുളകിൻ്റെ ഒക്കെ മണം നന്നായി ഇതിൽ ചേരുള്ളൂ. ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസിയാണ്. മറ്റ് സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് കടുകിട്ടപ്പോഴേ മുളകിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ചുമയൊക്കെ വന്നിട്ട് ശബ്ദം അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം മാറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണം. എന്നാലും ഞാനിടുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നവരെ താങ്ക് യു.